മിക്ക ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും വരുന്ന ഒരു ഡൗട്ടാണ് കണ്ടൻറ് റൈറ്റിങ്ങും കോപ്പി റൈറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. കണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിനെ ഇൻഫോം ചെയ്യിപ്പിക്കുന്നതും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കണ്ടൻറ് റൈറ്റിംഗ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കണ്ടൻറ് റൈറ്റിംഗ് സെയിൽസും കൺവേർഷനും ഉണ്ടാക്കുന്നതിലുപരി ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടൈമിലേക്കുള്ള ബ്രാൻഡ് ബിൽഡിങ്ങിനാണ് കണ്ടൻറ് റൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. കണ്ടൻറ് റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലോഗ് പോസ്റ്റിലേക്കുള്ള റൈറ്റിംഗ്, വീഡിയോ സ്ക്രിപ്റ്റിലേക്കുള്ള റൈറ്റിംഗ്, ആർട്ടിക്കിളിലേക്കുള്ള റൈറ്റിംഗ്, വെബ്സൈറ്റിലേക്കുള്ള റൈറ്റിംഗ്, ഇതെല്ലാം കണ്ടൻറ് റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ് റീഡേഴ്സ് വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള റൈറ്റിങ്ങിനെയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. കോപ്പി റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ ആഡ്സിലേക്കുള്ള റൈറ്റിംഗ്, സോഷ്യൽ മീഡിയ ആഡ്സിലേക്കുള്ള റൈറ്റിംഗ്, സെയിൽസ് പ്രൊമോഷൻക്ക് വേണ്ടിയുള്ള റൈറ്റിംഗ്, ഇതെല്ലാം കോപ്പി റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ഈ കണ്ടൻറ് റൈറ്റിങ്ങും കോപ്പി റൈറ്റിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയെന്ന് നോക്കാം. കണ്ടൻറ് റൈറ്റിങ്ങിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഈ ആളുകളെ ഇൻഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കോപ്പി റൈറ്റിങ്ങിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ആളുകളെ ആകർഷിപ്പിക്കുക എന്നുള്ളതാണ്. കണ്ടൻറ് റൈറ്റിങ്ങിൻ്റെ സ്റ്റൈല് ലോങ് ഫോം ആണ്, കോപ്പി റൈറ്റിങ്ങിൻ്റെ സ്റ്റൈല് ഷോർട്ട് ഫോം ആണ്. നല്ലൊരു കണ്ടൻറ് റൈറ്ററിന് SEO നോളജ് ഉണ്ടായിരിക്കണം, എന്നാൽ കോപ്പി റൈറ്ററിന് അധികം SEO നോളജ് വേണമെന്നില്ല. കണ്ടൻറ് റൈറ്റിംഗ് ഓർഗാനിക്കായിട്ട് ട്രാഫിക് ഉണ്ടാക്കിയെടുക്കുന്നു, എന്നാൽ കോപ്പി റൈറ്റിംഗ് ലീഡ്സിലേക്കും കൺവേർഷനിലേക്കും ഫോക്കസ് ചെയ്യുന്നു.